ഇപ്പൊ എല്ലാവരുടെയും വിഷയം എന്താ അറിയോ? സജീറും ഷൈമയാണ്. ഈ ഷൈമണി സജീറിന്റെ ഒക്കെ വീട്ടുകാരെ പരക്കെ തെറി വിളിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, സംഗതി അവർക്ക് തെറ്റ് പറ്റി. പക്ഷെ നമ്മുടെ മക്കളാണെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കും, ഇതൊക്കെ ചെയ്യും. പുറത്തിരുന്ന് മറ്റുള്ളവരെ കുറ്റം പറയാനും മറ്റുള്ളവരെ പുച്ഛിക്കാനും നമുക്ക് എളുപ്പം കഴിയും. പക്ഷെ ഇതേ സ്ഥാനത്ത് സ്വന്തം മകളോ പെങ്ങളോ വീട്ടുകാരോ ആയിരിക്കണം. അപ്പൊ കാണാം ഇവരുടെയൊക്കെ തനി രൂപം. അവരുടെ വിധി അങ്ങനെയാണ്. അവന്റെ അവസാന വാക്ക്, നീ മുൻപേ പോ എന്റെ മാലാകെ, പുറകെ തന്നെ ഞാൻ വരുന്നുണ്ട്. സജീറിന്റെ അവസാന വാക്കുകൾ അതെല്ലാവരും ഒരുപാട് സങ്കടപ്പെടുത്തിയൊരു വാക്കാണ്. ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു പ്രണയം പൊട്ടുന്നതും അതിന്റെ പേരിലുള്ള ആത്മഹത്യയും. നമ്മളൊന്ന് ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നിട്ടുള്ളതെങ്കിൽ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പെങ്ങൾക്കോ ആരുടെയെങ്കിലും ആണ് ഇങ്ങനെ ഒരു പ്രണയത്തിൽ, നമുക്ക് ഇഷ്ടമല്ലാത്തൊരു പ്രണയത്തിൽ പോയി പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതേ ആ അച്ഛനും അമ്മയും ചെയ്തിട്ടുള്ളൂ. ഇന്ന് കാലത്തടക്കം ഞാനൊരു ന്യൂസ് കണ്ടിട്ടാണ് എഴുന്നേറ്റിരിക്കുന്നത്. 15 വയസ്സുകാരി അമ്മ ഫോൺ എടുക്കണ്ട, അമിത ഉപയോഗമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ 4ാം നിലയിൽ നിന്ന് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്തു. എന്ത് ചെയ്യും? നമ്മുടെയൊക്കെ വീട്ടിലെ മക്കളോട് നമ്മൾ പറയാറില്ലേ, ഫോണും മതിമ കളിച്ചത്, ഇതിനൊക്കെ പോയി ഇങ്ങനെ ചെയ്യുന്നത്, അവരെന്ത് ചെയ്യും? അപ്പൊ അവരെ കുറെ തെറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ മറ്റുള്ളവരത് ആകുമ്പോ നമുക്ക് എന്തും പറയാം. പക്ഷെ സ്വന്തം ലൈഫിലോ സ്വന്തം കുടുംബത്തിലോ വരുമ്പോ നമ്മൾ നിസ്സഹായന, നോക്കി നിൽക്കാനേ കഴിയൂ. അതുകൊണ്ട് പരിധി വിട്ടാലും ആ വീട്ടുകാരെ ഇനി പറയണ്ട. അവരുടെ വിധി ഇങ്ങനെ ആയിരിക്കും.